ഇന്ത്യൻ നിയമവ്യവസ്ഥ ഭാരതീയവത്കരിക്കണമെന്ന് ലോ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരി. ഭാരതത്തിന്റെ കരുത്ത് കേവലം ഏകതയിലല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാനപരമായ വൈവിധ്യത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരതീയ വിജ്ഞാന വ്യവസ്ഥയും ഭരണഘടനയും എന്ന വിഷയത്തിൽ ലോക് ഭവനിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന നമുക്ക് പകർന്നു നൽകുന്നത് അതേ അറിവിന്റെ ശൃംഖലയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറും അഭിപ്രായപ്പെട്ടു. ഏത് കടന്നാക്രമണങ്ങളെയും അതിജീവിക്കുവാനുള്ള ശേഷി ഭാരതീയ സംസ്കാരത്തിനുണ്ട്. സഹിഷ്ണുത, സർവ്വസ്വീകാര്യത, അഹിംസ എന്നീ മൂല്യങ്ങളെ ഉൾക്കൊള്ളുവാനും സ്വാംശീകരിക്കുവാനുള്ള വൈവിധ്യമാണ് ഭാരതത്തിലുള്ളതെന്ന് ലോ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരി പറഞ്ഞു. മനുഷ്യത്വവും ധർമ്മവും നമ്മുടെ വിജ്ഞാന വ്യവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും ആ വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറണമെന്നും ലോ കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വിജ്ഞാന വ്യവസ്ഥയും ഭരണഘടനയും എന്ന വിഷയത്തിൽ ലോക് ഭവനിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. They ultimately culminated into, for our understanding, what we understand today as dharma. And then again we know it, that dharma itself is an expression which is very, very difficult to define in any particular mathematical theorem or norms. എല്ലാ കാലവും മനുസ്മൃതിയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലുമാണ് അത് രൂപപ്പെട്ടത്. വേറെയും നിരവധി സ്മൃതികൾ പുരാതന കാലത്തുണ്ടായിട്ടുണ്ട്. ആധുനിക കാലത്തിലെ സ്മൃതിയാണ് ഭരണഘടന. അറിവിന്റെ ശൃംഖലയാണ് ഭരണഘടന നമുക്ക് പകർന്നു നൽകുന്നതെന്നും ഗവർണർ പറഞ്ഞു. In fact, we had a very big and good opportunity to look into all such Jnana Parampara or knowledge system when we liberated ourselves or we got independence in the year 1947. We had a very good opportunity, but somehow we missed that, and somehow the rulers then did not look into what the knowledge system which we have, and for last more than 75 years we have been just looking here and there, but we were lacking our own system over our own ground. But last few years we see the change now, because this was ought to happen, not because there are some people who are good thinking about our country, our system, our tradition, our culture, but this, as all our seers like Sri Aurobindo had already said, that this nation will grow itself automatically, gradually, and that too on our own system, on our thinking, our traditions, and that era is gradually erupting, it is coming up. നിറഞ്ഞ സദസ്സിലാണ് ലോക് ഭവനിൽ പ്രഭാഷണം നടന്നത്. രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ ലോക് ഭവനിൽ പ്രഭാഷണം കേൾക്കാനെത്തി. ജനം, തിരുവനന്തപുരം.